ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പഠിച്ചപ്പോൾ കുറേ തവണ തെറ്റിച്ചിട്ടായിരിക്കില്ലേ അത് പഠിച്ചേ. അതേപോലെ ആദ്യമായിട്ട് നടക്കാൻ നോക്കിയപ്പോൾ കുറേ തവണ വീണിട്ടായിരിക്കും എണീറ്റ് നടന്നത്. അന്നൊക്കെ നമ്മൾ തെറ്റിപ്പോയി വീണുപോയി എന്നൊക്കെ ഓർത്ത് ആ ട്രൈ ചെയ്യുന്നത് നിർത്തിയിരുന്നെങ്കിൽ അത് വല്ലതും പഠിക്കുമായിരുന്നോ? ഇല്ല. ഈ മിസ്റ്റേക്സ് നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കും. ചില സമയത്ത് എന്ത് ചെയ്യാമെന്നും ചില സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ലെന്നും. ചില പാഠങ്ങൾ നമുക്ക് ഒട്ടും ഇഷ്ടമായെന്ന് വരില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, പഠിച്ചല്ലേ പറ്റൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ സ്കൂളിൽ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ നമുക്ക് ചില പാഠങ്ങൾ ഒട്ടും ഇഷ്ടമാവില്ല. പക്ഷെ മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കുത്തിയിരുന്ന് പഠിക്കും. അതുപോലെ ഈ ലൈഫിനെ ഉണ്ടല്ലോ ഒരു ബുക്കായിട്ട് കണ്ടാൽ മതി. പണ്ടൊക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മിസ്റ്റേക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പറ്റും. പക്ഷേ വീണ്ടും വീണ്ടും മിസ്റ്റേക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പേജ് വൃത്തികേടായല്ലോ എന്ന് പറഞ്ഞാൽ ആ പേജ് അങ്ങ് കീറിക്കളയും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ കീറിയ പേജിൻ്റെ കുറച്ച് ഭാഗം അവിടെ ബാക്കി നിൽക്കും. അല്ലെങ്കിൽ അടുത്ത പേജിൽ നമ്മൾ എഴുതിയതിൻ്റെ എന്തെങ്കിലും പാടും കാര്യങ്ങളൊക്കെ കാണും. എന്നും പറഞ്ഞ് നമ്മൾ ആ ബുക്കിൽ എഴുതുന്നത് നിർത്തുന്നില്ലല്ലോ. പൈസ കൊടുത്ത് വാങ്ങിച്ച ബുക്കല്ലേ, തീരണ വരെ അങ്ങോട്ട് എഴുതും. ലൈഫിൽ കുറച്ച് മിസ്റ്റേക്സ് വന്നു എന്ന് പറഞ്ഞ് ലൈഫ് തീർന്നു എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമുക്ക് ഈ ബുക്ക് തനിയെ തരുന്നവരെ അങ്ങോട്ട് എഴുതി നോക്കാം. മിസ്റ്റേക്സ് വന്നോട്ടേന്നേ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാം. ഇനിയിപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല എന്നെങ്കിലും പഠിക്കാമല്ലോ. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, ഇറ്റ്സ് ജസ്റ്റ് എ പേജ് നോട്ട് ദി എൻ്റയർ ബുക്ക് എന്ന്. പക്ഷെ ശരിക്കും സാഡായിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മുഴുവൻ ബുക്കും ചീത്തായി എന്നൊക്കെ തോന്നും. അതൊക്കെ വെറും തോന്നലാണ് കേട്ടോ. നമുക്ക് ഇനിയും കുറേ നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ ബുക്ക് എടുത്ത് കളയല്ലോ കേട്ടോ.